ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ദേശീയപാത അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന്. കൊല്ലം മൈലക്കാട് ദേശീയപാത തകർച്ചയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ലഭിച്ചു. റോഡ് തകരുമ്പോഴും നിരത്തിലുണ്ടായിരുന്നത് നിരവധി വാഹനങ്ങളാണ്. നമുക്കൊപ്പം ദിലീപ് ദേവസ്യ, വൈകുന്നേരം 3:47 ആ ദേശീയപാതയുടെ താഴേക്കിരുന്ന് വിള്ളലുകൾ രൂപപ്പെടുന്ന 10 സെക്കൻഡ് കൊണ്ട് ഒരു പാമ്പ് പുളയുന്നത് പോലെയുള്ള ആദ്യകർത്തം രൂപപ്പെടുന്നത് അടക്കമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു ഓട്ടോറിക്ഷ കഷ്ടിച്ച് രക്ഷപ്പെട്ട് മറുപുറം കടന്നു. അതിനു മുൻപ് സ്കൂൾ ബസ്സുകൾ അടക്കം കടന്നുപോയി. അതായത് തിരക്കുള്ള സമയത്ത് തന്നെയാണ് കൊട്ടിയത്ത് ഈ റോഡ് തകർന്നത് എന്നത് വ്യക്തമല്ലേ നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എക്സ്ക്ലൂസീവായി എത്തിച്ച ഈ ദൃശ്യങ്ങളിലൂടെ? തീർച്ചയായിട്ടും സുജിയ, ഇന്നലെ 3:46 അതായത് 3:47 ഇവിടെ റോഡിന് വിള്ളൽ വീഴുന്നത്. 3:46 അതിൽ വഴി കടന്നു പോകുന്നത് 3 സ്കൂൾ ബസ്സും മറ്റൊരു സ്വകാര്യ ബസ്സും പിന്നീട് കാറുകളടക്കുന്ന നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നു. 3:47 ഈ ഭാഗത്ത് റോഡിന് വിള്ളൽ വീഴുന്നതടക്കം ആ ദൃശ്യങ്ങളിൽ കാണാം. അതിന് തൊട്ട് മുൻപായിട്ട് ഒരു ഓട്ടോറിക്ഷ ഇവിടെ നിന്ന് വെട്ടിച്ച് മാറുന്നതടക്കം കാണാം. മാറാൻ അവിടുന്ന് ആളുകൾ നിർദ്ദേശം നൽകുന്നതും കാണാം. അപ്പോൾ തന്നെയാണ് ആ ഒരു സ്കൂൾ ബസ്, കിങ്സിന്റെ സ്കൂൾ ബസ്, 32 വിദ്യാർത്ഥികൾ നിൽക്കുന്ന സ്കൂൾ ബസ് അവിടെ കുടുങ്ങുന്നതും ഒപ്പം തന്നെ 3 കാറുകളടക്കം ഈ റോഡിൽ കുടുങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പുറത്തുവിടുകയും ചെയ്തത്. ഇന്നലെ 3:47 അപകടമുണ്ടായത്. ആ സമയത്ത് ഇതുവഴി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് ആ റോഡിന് വിള്ളൽ വീഴുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യം ചെറിയ തോതിൽ വിള്ളൽ വീഴുന്നു, പിന്നീട് അത് വലുതാകുകയും മാറുന്നു. മറ്റൊരു ഭാഗത്തേക്കടക്കം വിള്ളൽ വ്യാപിക്കുന്നതടക്കം കാണുകയും ചെയ്യുന്നു. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ഭാഗത്താണ് ഇന്നലെ വിള്ളൽ വീഴുന്നത്. പക്ഷേ ഇന്ന് നേരം വിളക്കുമ്പോഴേക്കും തന്നെ എല്ലാം തന്നെ ഒരു ശരിയാക്കിയ മാതൃകയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനുവേണ്ടിയുള്ള 10ഓളം ഹിറ്റാച്ചികളും JCBകളും മണ്ണുമാന്തി യന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് റോഡ് ഇപ്പോൾ തന്നെ നന്നാക്കി എടുക്കുന്നത്. പക്ഷേ ഈ ഭാഗത്ത് ഇവിടെ കലുങ്ക് പൊട്ടിയതോടുകൂടി ഉണ്ടായത് അത് ഇന്നലെ വലിയൊരു അപകടമായിരുന്നു എന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നു. 32 വിദ്യാർത്ഥികളുമായി വന്ന സ്കൂൾ ബസ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഇല്ലായിരുന്നുവെങ്കിൽ വലിയൊരു അപകടം. അതിന് 3:46 ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് 3 സ്കൂൾ ബസ്സുകൾ കടന്നു പോകുന്നതും കാണുന്നുണ്ട്. ഒരു ബസ് കടന്നു പോകുന്നു. ഒപ്പം തന്നെ കാറുകളും ഓട്ടോയും ബൈക്കുകളുമായി നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നതും കാണുന്നുണ്ട്. അതിനുശേഷമാണ് 3:47 കൂടി ഈ റോഡിന് വലിയ തോതിലുള്ള ഗർത്തങ്ങളടക്കം വരികയും വലിയ ഗർത്തങ്ങൾ. അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. ദിലീപ്, ഇപ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. റിപ്പോർട്ടറിലൂടെ എന്താണ് അപകട സമയത്ത് സംഭവിച്ചത് എന്നുള്ള ആ നടുക്കുന്ന CCTV ദൃശ്യം, റോഡ് വിണ്ടുകീറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അർജുൻ കല്യാൺ, എങ്ങനെയാണ് റോഡ് ഇന്നലെ വൈകിട്ട് 3:47 തകർന്നതെന്ന CCTV ദൃശ്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ വിണ്ട് തുടങ്ങിയ ഭാഗം 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് പൂർണ്ണമായും പലയിടങ്ങളിലായി വിണ്ടുകീറി കിടന്ന് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സുജിയ, തീർച്ചയായിട്ടും വളരെ ഗുരുതരമായ രീതിയിലുള്ള അല്ലെങ്കിൽ എത്രമാത്രം വലിയ അപകടമാണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആ പറയുന്ന രീതിയിൽ ഒരു ഭാഗത്ത് മാത്രമല്ല, ഈ CCTV ഉണ്ടായിട്ടുള്ളതിൻ്റെ നേരെ കുറച്ചുകൂടി ഈ ഭാഗത്ത് CCTVയുടെ ദൃശ്യങ്ങളിൽ പെടാത്ത സ്ഥലത്ത് പോലും റോഡിനകത്ത് വിണ്ടുകീറലുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു വശത്തുള്ള കലുങ്കിൻ്റെ ഭാഗം അപ്പാടെ തന്നെ പിളർന്ന് രണ്ടായി പോയതാണ് നമ്മളിവിടെ കാണുന്നത്. സാധാരണഗതിയിൽ വലിയ ആഘാതം സംഭവിച്ചാൽ മാത്രം സംഭവിക്കുന്ന രീതിയിലാണ് ഒരു കോൺക്രീറ്റ് ഇതിനടുത്തൊക്കെ ഈ പറയുന്ന കമ്പികളൊക്കെ വേർപെട്ട് പോകണമെങ്കിൽ എത്രമാത്രം ആഘാതത്തിലായിരിക്കണം ഈ പറയുന്ന അപകടം ഇവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കോൺക്രീറ്റ് അപ്പാടെ തന്നെ പിളർന്ന് ഏകദേശം ഒരു കൈ ചാണിൻ്റെ അകലത്തിൽ പോലും വിണ്ടുമാറുന്ന സാഹചര്യം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. അത്രയും ഗുരുതരമായ അല്ലെങ്കിൽ അത്രയും വലിയ ആഘാതം ഉണ്ടാക്കിയിട്ടുള്ള ഒരു അപകടമാണ് സംഭവിച്ചത്. അത് ഒരിടത്ത് മാത്രമല്ല സുജി, അതായത് ഈ പറയുന്ന ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന ഈ മേഖലയിൽ
ഈ പറയുന്ന കോൺക്രീറ്റുകൾ അപ്പാടെ തന്നെ പിളർന്നു മാറി. അതിന് തൊട്ടടുത്തും മറ്റിടങ്ങളിലും ഇത്തരത്തിലുള്ള വിണ്ടുകീറലുകൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് പിളർന്ന് രണ്ടായി മാറുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഒരേ സമയം ഇങ്ങനെ റോഡോ അല്ലെങ്കിൽ ഈ പറയുന്ന കോൺക്രീറ്റ് ഭാഗങ്ങളോ അല്ലെങ്കിൽ മണ്ണിനകത്തുണ്ടായിട്ടുള്ള വലിയ ആഘാതമോ ആയിരിക്കണം വലിയ രീതിയിൽ ഈ പറയുന്ന ഭാഗം അങ്ങനെ തന്നെ ഇടിഞ്ഞു താഴ്ന്നു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിനകത്ത് കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതായത് അർജുൻ കല്യാട് മണ്ണിന്റെ ഘടന പരിശോധിക്കാതെ ചതുപ്പിൽ മണ്ണിട്ട് മൂടി കോൺക്രീറ്റ് ചെയ്ത ഇരുവശങ്ങളിലും കോൺക്രീറ്റ് സ്ലാബ് അടുക്കി മണ്ണ് നിറച്ചുകൊണ്ടുള്ള ഒരു അപ്രോച്ച് റോഡ് നിർമ്മാണം അതാണ് അവിടെ നടന്നതെന്ന് വ്യക്തമല്ലേ? ആ പൊളിഞ്ഞ ഭാഗത്തേക്ക് നോക്കിയാൽ അത് കൃത്യമായി കാണാനും കഴിയുന്നുണ്ടല്ലോ. സുജിയ, തീർച്ചയായിട്ടും. അതായത് നമുക്കിപ്പോൾ ഇത് കാണാൻ വേണ്ടി കഴിയും. ഇതാണ് ഇതിനകത്ത് നിറച്ചിരിക്കുന്ന മണ്ണ്. ഇത് മണ്ണല്ല, ശരിക്കും പറഞ്ഞാൽ എക്കൽ മണ്ണാണ്. ഈ പൊടിഞ്ഞു പോകുന്ന തരത്തിൽ ഉള്ള എക്കൽ മണ്ണാണ് ഇവിടെ നിറച്ചിരിക്കുന്നത്. ഇത് ഈ ഭാഗത്ത് മുഴുവനായിട്ടും ഈ പറയുന്ന എക്കൽ മണ്ണ് കൊണ്ട് നിറച്ചിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും. മറുഭാഗത്ത് മണൽ ഇപ്പോൾ JCB കൊണ്ട് ഇവിടെ നിന്നും കോരി മാറ്റുന്നത്, ഹിറ്റാച്ചി ഉപയോഗിച്ച് കോരി മാറ്റുന്നത് ഈ പറയുന്ന മണലാണ്. ആ മണലാണ് ഇവിടെ ഈ പറയുന്ന റോഡ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ്. ഈ അപകടത്തിന് ശേഷം ഈ മണ്ണ് ഇവിടെ നിന്ന് മാറ്റുന്ന ഘട്ടത്തിലാണ് ഇത്രമാത്രം മണലാണ് ഇവിടെ കൊണ്ട് നിറച്ചിരിക്കുന്നതെന്ന് വ്യക്തമാകുന്നത്. ഈ പില്ലറുകൾ ഒരു വശത്ത് വെച്ചിരിക്കുന്ന ഈ പില്ലറുകൾ ഏകദേശം ഒരു 30 അടിയോളമെങ്കിലും ഉയരത്തിൽ കെട്ടിയുയർത്തിയിരിക്കുന്ന ഈ പില്ലറുകൾക്കിടയിൽ നിറച്ചിരിക്കുന്നത് പൂർണ്ണമായും, അതായത് ഒരു തരത്തിൽ പോലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാതെ നിർമ്മാണത്തിനകത്ത് ഉണ്ടാവേണ്ടുന്ന കൃത്യമായിട്ടുള്ള നിയമങ്ങൾ പോലും പാലിച്ചിട്ടുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് ഈ എക്കൽ മണ്ണ് അല്ലെങ്കിൽ മണലുകൾ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്. അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു നിർമ്മാണത്തിലെ അപാകതയാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. എല്ലാ ഭാഗത്തും ഈ പറയുന്ന ഒരിടത്ത് മാത്രമല്ല, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഭാഗത്ത് മാത്രമാണ്. മറ്റിടങ്ങളിൽ ഇതിൽ മണ്ണ് മാറ്റുന്ന ജോലി നടക്കുന്നതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് നമുക്ക് കടന്നു പോകാൻ വേണ്ടി കഴിയില്ല. പക്ഷേ നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇതിൻ്റെ ഭൂരിഭാഗം മേഖലകളിലും നിറച്ചിരിക്കുന്നത് മണലാണ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഊർന്നൂർന്ന് വീഴുന്ന തരത്തിലാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാൻ വേണ്ടി കഴിയും. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രകാരമാണെങ്കിൽ 2 ലെയർ നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയും. ഒരു ഭാഗത്ത്, അതായത് ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് മണ്ണ്, അതായത് സാധാരണ രീതിയിൽ ഉപയോഗിക്കേണ്ടുന്ന തരത്തിലുള്ള മണ്ണ് നിറച്ചിരിക്കുന്നു. ഏകദേശം ഒരു 2 അടിയോ 3 അടിയോ കനത്തിൽ മാത്രമാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെ ഭാഗത്ത് കാണുന്നത് മുഴുവനായും തന്നെ മണലാണ്. ആ മണൽ പലയിടങ്ങളിൽ നിന്നായി ശാസ്താംകോട്ട കായൽ നിന്നുൾപ്പെടെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണ്. അതിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയാത്ത മാലിന്യങ്ങൾ നിറഞ്ഞ മണലുകളുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ആ മണലിൻ്റെ 2 ലെയറുകൾ കൃത്യമായ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ മണൽ നിറച്ചാണോ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നുള്ള ആശങ്ക പോലും, അല്ലെങ്കിൽ അത്തരം ഒരു പരാതി ഇതിനകം തന്നെ നാട്ടുകാർ ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഗുരുതര സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് നാട്ടുകാർ ഉയർത്തിയിരിക്കുന്നത്. എന്തോ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്നലെ വലിയ ഒരു അപകടം സംഭവിക്കാതിരുന്നത്. ഏകദേശം 33-ലധികം കുട്ടികൾ യാത്ര ചെയ്തൊരു ബസ് അപകടത്തിൽപ്പെടുന്നു. അത് എന്തോ ഭാഗ്യം കൊണ്ട്, ആരുടെയോ ഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണത് വലിയൊരു അപകടത്തിലേക്ക് പോവാതിരുന്നത്. പക്ഷേ ഇതിനകത്തുണ്ടായിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. കാരണം 2 ആഴ്ച കൂടി കഴിഞ്ഞ് നാട്ടുകാർ പറയുന്നതിൻ്റെ ഏകദേശം പണി പൂർത്തിയായി എന്നുള്ളതായിരുന്നു ഇവിടെയുള്ള ജീവനക്കാരും അതുപോലെ തന്നെ കരാർ കമ്പനിയിലെ ഉദ്യോഗസ്ഥരും എല്ലാം നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. ടാർ ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ടാർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള യന്ത്രങ്ങൾ ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം ഇതിൻ്റെ ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അതുകൂടി കഴിഞ്ഞ് 100 കണക്കിന് ദിനം പ്രതി 100 കണക്കിന് കൊല്ലത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവേണ്ടിയിരുന്ന 100 കണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സമയത്താണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ ചിത്രം ദുരന്ത ചിത്രമായി മാറുമായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇതിനകത്തൊരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. നേരത്തെ കൂരിയാടൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനുശേഷവും നമ്മുടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കമ്പനികൾ, കരാർ ഉദ്യോഗസ്ഥർ, ഇതിൻ്റെ ജീവനക്കാർ കൃത്യമായ രീതിയിൽ പരിശോധനകൾ നടത്തുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരപകടത്തിൽ നിന്നും ഒരു ദുരന്തത്തിൽ നിന്നും ഒരു കാര്യവും ഒരു പാഠവും നമ്മൾ പഠിക്കുന്നില്ല, നമ്മുടെ ഉദ്യോഗസ്ഥർ പഠിക്കുന്നില്ല, നമ്മുടെ സംവിധാനങ്ങൾ അനങ്ങുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇവിടെ കാണുന്ന ഈ ദൃശ്യങ്ങൾ. അതുകൊണ്ട് തന്നെ മൈലക്കാട് ദേശീയപാത തകർച്ചയുടെ CCTV ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയ വിവരങ്ങളാണ് അർജുൻ കല്യാടും ദിലീപ് ദേവസയും പങ്കുവച്ചത്.